തൃശൂർ കൂർക്കഞ്ചേരി ചിയാരം കണ്ണംകുളങ്ങര റോഡിൽ ചിതറിക്കിടക്കുന്ന മെറ്റലുകൾ അപകടക്കണിയാകുന്നു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പരാതി. വടക്കാഞ്ചേരിയിൽ വയോധികയെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി. റോഡിൽ കിടക്കുന്നത് കണ്ട് പോലീസിനെ വിവരമറിയിച്ചത് നാട്ടുകാർ. അവശനിലയിലായ വയോധികയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇറിഡിയം തട്ടിപ്പിൽ കൂടുതൽ പരാതിക്കാർ രംഗത്ത്. ഇറിഡിയം ബിസിനസിൽ 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പൂമംഗലം സ്വദേശിനി. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചുരങ്ങരയിൽ വനംവകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തി. പാലപ്പള്ളി മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായി വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി പീറ്ററാണ് മരിച്ചത്. കുണ്ടന്നൂർ പള്ളിക്ക് സമീപം ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. അല്പസമയത്തിനകം ഗുരുവായൂരപ്പന് രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട് നടക്കും. ബഹിരാകാശ യാത്രികരായ ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കമുള്ള 4 അംഗ സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. 9 മാസത്തിന് ശേഷമാണ് സുനിതയും ബുച്ചും ഭൂമിയിലെത്തുന്നത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ കൂർക്കഞ്ചേരിയിൽ റോഡിൽ നിരന്നുകിടക്കുന്ന മെറ്റലുകൾ അപകടക്കണിയാകുന്നു. കൂർക്കഞ്ചേരിയിൽ നിന്നും ചിയാരം കണ്ണംകുളങ്ങര റോഡുകളിലേക്ക് കടക്കുന്നിടത്താണ് അപകടക്കണിയായി വലിയ മെറ്റലുകൾ ചിതറിക്കിടക്കുന്നത്. ഇവയിൽ കയറി ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. നിരവധി പേർക്ക് ഇതിനോടകം പരിക്കും പറ്റിയിട്ടുണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാത കോൺക്രീറ്റിംഗിന് നടത്തി പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കൂർക്കഞ്ചേരിയിൽ റോഡ് ഉയർത്തിയിരുന്നു. ഇതോടെയാണ് ഈ ഭാഗത്ത് മെറ്റലുകളടക്കം നിരത്തി ഉയർത്തിയത്. ഇതാണിപ്പോൾ അപകടം സൃഷ്ടിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി രംഗത്തെത്തി. പാർട്ടി ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കലിന്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിൽ ഉടൻ പരിഹാരമായില്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ പ്രത്യക്ഷ സമരം നടത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. പാർട്ടി മണ്ഡലം സെക്രട്ടറി ജോയ് കെ ആന്റണി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. എത്ര പേരെ വീണ്ടെന്നറിയും. കാര്യങ്ങളും ശ്രദ്ധിക്കണമെങ്കിൽ ഒരു മരണം സംഭവിച്ചാൽ മാത്രം ഇവിടെ ആൾക്കാർ ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ ചേട്ടൻ വീണു. അതുപോലെ സൈക്കിളുകാര്, സാധാരണ ആൾക്കാര് നടന്നു പോകുമ്പോ ഒഴുകി വീഴുക. ബസ് കയറാൻ പോകുമ്പോ ഈ അവസ്ഥയ്ക്ക് പരിഹാരം വേണ്ടേ? ജനങ്ങൾക്ക് എത്ര റൂട്ടിൽ കൂടെ പോകട്ടെ? വീലർ ഓടിക്കുന്ന സ്ത്രീജനങ്ങള് എത്ര എണ്ണാണ് ഇവിടെ ഈ ജംഗ്ഷനിൽ വീണുകൊണ്ടിരിക്കുന്നത്? എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം തൃശൂർ കോർപ്പറേഷന്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരങ്ങളും കാര്യങ്ങളുമായിട്ട് ആം ആദ്മി പാർട്ടി നിങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അസുഖബാധിതയായ വയോധികയെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി. മകൾ ക്രൂരമായി മർദ്ദിച്ചതായും പരാതിയുണ്ട്. വടക്കാഞ്ചേരി കൊടുമ്പ് പുനരധിവാസ കോളനിയിൽ താമസിക്കുന്ന 68 വയസ്സുള്ള തങ്കു എന്ന് വിളിക്കുന്ന കാളിയെയാണ് മക്കൾ ഉപേക്ഷിച്ചത്. മകനും മകളുമായി 2 മക്കളാണ് കാളിക്കുള്ളത്. മകൻ രാജൻ തെക്കുംകരയിലും മകൾ രജനി ചെറുതുരുത്തിയിലുമാണ് താമസിക്കുന്നത്. കാളി കൊടുമ്പിലെ വീട്ടിൽ തനിച്ചാണ് താമസം. അസുഖബാധിതയായതിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് മകൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതിനിടയിൽ കട്ടിൽ നിന്ന് വീണ് കാളി കിടപ്പിലായി. കിടന്ന് മലവിസർജനം നടത്തിയെന്ന് പറഞ്ഞാണ് മകൾ കാളിയെ മർദ്ദിച്ചത്. ഇതിനുശേഷം ആരെയും അറിയിക്കാതെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊടുമ്പിലെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി ഉപേക്ഷിച്ചു പോയി. ഭക്ഷണം കിട്ടാതെയും വേദന കൊണ്ടും ബുധനാഴ്ച വൈകിട്ട് ഇവർ റോഡിലേക്ക് നിരങ്ങി ഇഴഞ്ഞു വന്നപ്പോഴാണ് നാട്ടുകാർ വിവരമറിയുന്നത്. വാർഡ് മെമ്പർ KB ബബിത സ്ഥലത്തെത്തി മക്കളെ വിവരമറിയിച്ചുവെങ്കിലും മോശമായ രീതിയിലാണ് പ്രതികരിച്ചതെന്ന് പറയുന്നു. വയോധികയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവര് ഉച്ച മുതലേ ഇവിടെ ഈ റോഡ് സൈഡിന് വീടിന്റെ മതിലുമ കിടക്കാണ്. അപ്പൊ അത് വൈകിട്ടും ഇതുവരെ പോകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നാട്ടുകാർ കണ്ടിട്ട് നമ്മളെ 6 മണിയാകുമ്പോൾ വിവരം അറിയിച്ചത്. ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അവർ അത്രയും ആവശ്യം നല്ലതായിട്ടാണ് കിടക്കണത്. അപ്പൊ ഞാൻ 2 മക്കളെയും വിളിച്ചു. ആദ്യം മോനെ വിളിച്ചത്. മോനെ വിളിച്ച് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ മരിയോളാണ് ഫോൺ എടുത്തത്. അപ്പൊ മരിയോളയുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അവര് പറയണത് അവർക്ക് വരാൻ പറ്റില്ല, മോളുടെ കല്യാണമാണ്, അപ്പൊ അതുകൊണ്ട് വരാൻ പറ്റില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, മോളെ വിളിച്ചോ, ഞങ്ങൾ വരാൻ പറ്റില്ല, നിങ്ങൾ നിയമത്തിന്റെ വഴിക്ക് എന്താന്ന് വെച്ചാൽ പൊക്കോന്നാ പറഞ്ഞത്. മോളെ വിളിച്ചപ്പോൾ മോള് പറയണത് ഞാൻ 2 ആഴ്ചയായിട്ട് ഞാൻ എന്നെ നോക്കിയിരുന്നത്, അവരിവിടെ നോക്കും തോറും നമ്മളെ ഉപദ്രവിക്കുകയാണ്, അതുപോലെ തെറി പറയാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ മോള് ഇന്നലെ ഇവിടെ വൈകിട്ട് വീട്ടിൽ കൊടുന്നിറക്കിയത്. അപ്പൊ നമ്മള് 2 പേര് നോക്കണില്ല എന്ന് കണ്ടപ്പോ നമ്മൾ സ്റ്റേഷനിലേക്ക് അറിയിച്ചു. സ്റ്റേഷനിലേക്ക് അറിയിച്ചപ്പോ 2 പേര് നമ്പറും കൊടുത്തു. ഇപ്പൊ അവര് വിളിച്ചപ്പോ പറയുന്നത് മോനും ഇവിടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം. അത്രയും ആവശ്യം നിലയായിട്ട് കിടക്കണ അത്രയും വയസ്സായിട്ടുള്ള ഒരാളാണ്. അപ്പൊ പിന്നെ നാട്ടുകാരും നമ്മളും ഒപ്പം നിന്നിട്ടാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനായിട്ട് അറിയിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്.
ഇറിഡിയം തട്ടിപ്പിൽ പോലീസിൽ കൂടുതൽ പരാതികളെത്തി. ഇറിഡിയം ബിസിനസ്സിൽ 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് യുവതി പരാതി നൽകിയിട്ടുള്ളത്. പൂമംഗലം കൽപ്പറമ്പ് സ്വദേശി ജാസ്മിനാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഇറിഡിയം ലോഹ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നിക്ഷേപം നടത്തിയാൽ വൻ ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞാണ് നിക്ഷേപ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. സംഭവത്തിൽ തട്ടിപ്പിന് നേതൃത്വം നൽകിയ കയ്പമംഗലം സ്വദേശി ഹരിസ്വാമിക്കും 2 സ്ത്രീകൾക്കെതിരെയും ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരുന്നു. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടിയിലെ ചിറങ്ങര, മംഗലശ്ശേരി പ്രദേശങ്ങളിൽ വനംവകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തി. പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച കൂട് സ്ഥാപിക്കാൻ തീരുമാനമായി. വാഴച്ചൽ ഡിഎഫ്ഒ ആർ ലക്ഷ്മി പറഞ്ഞു, കോതമംഗലത്തു നിന്നും കനം കുറഞ്ഞ കൂടാണ് ചിറങ്ങരയിൽ സ്ഥാപിക്കുന്നതെന്ന്. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് സ്റ്റേഷനിൽ കിടക്കുന്ന കൂടും അറ്റകുറ്റപ്പണികൾ തീർത്ത് ഉടനെത്തിക്കും. കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിലും അസാധാരണമായി ഒന്നും കണ്ടെത്താനായില്ലെന്ന് ഡിഎഫ്ഒ പറഞ്ഞു. ഇതിനിടെ വ്യാജ വാർത്തകൾ വ്യാപകമായതോടെ പുലിഭീതിയിലാണ് ചിറങ്ങര പ്രദേശം. ചൊവ്വാഴ്ച രാത്രിയിലും പുലിയെ കണ്ടെന്ന പ്രചാരണമുണ്ടായി. വന്യമൃഗങ്ങളുടെ പേരിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വാഴച്ചൽ ഡിഎഫ്ഒ കൊരട്ടി പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലപ്പള്ളി മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായി വനംവകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. വരന്തരപ്പള്ളി, മട്ടത്തൂർ, തൃക്കൂർ പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ വന്യജീവി ആക്രമണം പതിവായ സാഹചര്യത്തിൽ നിരന്തരമായ ഇടപെട്ടതിനെ തുടർന്നാണ് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ യോഗം വിളിച്ചു ചേർത്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. ചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുള്ള ജനപ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര, പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള ജനവാസ മേഖലകളിൽ വന്യജീവി സാന്നിധ്യം ഒഴിവാക്കുന്നതിനായി വിവിധ നടപടികൾ സ്വീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. നബാർഡ് ധനസഹായത്തോടെ നടപ്പിലാക്കുന്നതിനായി 3 കോടി രൂപയുടെ പ്രൊപ്പോസൽ അടിയന്തരമായി സമർപ്പിക്കുന്നതിന് മന്ത്രി വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ഈ മാസം 27-ാം തീയതി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രത്യേക യോഗം ചേരുവാനും മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി അൽസാറ നിവാസിൽ ഡോക്ടർ പീറ്ററാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 5:30 ദേശീയപാത പൂവത്തുംകടവ് സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന കാർ മുന്നിൽ പോയിക്കൊണ്ടിരുന്ന ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പീറ്ററിനെ ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടർ പീറ്ററാണ് കാർ ഓടിച്ചിരുന്നത്. കൂടെയുണ്ടായിരുന്ന ഭാര്യ ഡോക്ടർ സൂസൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുണ്ടന്നൂർ പള്ളിക്ക് സമീപം ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികരായ ചിറ്റാട്ടുകര 4 പരിക്കൽ വീട്ടിൽ സന്ദീപ്, അതിഥി തൊഴിലാളി എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ കുണ്ടന്നൂർ പള്ളിക്ക് സമീപത്തായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ നാട്ടുകാരും വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ മമ്മിയൂരിൽ ടോറസും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ മലപ്പുറം സ്വദേശി തെക്കോട്ട് മച്ചിങ്ങൽ സുരേഷിന്റെ മക്കളായ വിജയകൃഷ്ണൻ, അജയകൃഷ്ണൻ, ഗുരുവായൂർ കുന്നുംപറമ്പിൽ അഭിഷാന്ത്, പുന്നയൂർക്കുളം സ്വദേശി അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. മമ്മിയൂർ അത്താണി സെന്ററിലായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് കാർ തിരിഞ്ഞ ഉടനെ എതിരെ വന്ന ടോറസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ഫയർഫോഴ്സ് എത്തിയാണ് കാറിൽ ഉണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയത്. കാറിൽ നിന്ന് റോഡിൽ ചോർന്ന ഓയിൽ ഫയർഫോഴ്സ് എത്തി കഴുകി വൃത്തിയാക്കി. പരിക്കേറ്റവരെ തൃശൂരിലെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് ആറാട്ടോടെ കൊടിയിറങ്ങും. വൈകിട്ട് നട തുറന്നതിന് ശേഷം മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം മുഴുവൻ ആവാഹിച്ചെടുത്ത് പഞ്ചലോക വിഗ്രഹം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വെച്ചു. ദീപാരാധനയ്ക്ക് ശേഷം ആറാട്ടിനും ഗ്രാമപ്രദക്ഷിണത്തിനുമായി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതി ക്ഷേത്രത്തിലൂടെ എഴുന്നള്ളിപ്പ് അല്പസമയത്തിനകം ആറാട്ടുകടവിലെത്തും. തുടർന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഗംഗ, യമുന തുടങ്ങിയ പുണ്യതീർത്ഥങ്ങളടക്കമുള്ള എല്ലാ തീർത്ഥങ്ങളെയും രുദ്രതീർത്ഥത്തിലേക്ക് ആവാഹിക്കും. തന്ത്രിയും ഓദിക്കന്മാരും കൂടി പുണ്യാഹത്തിന് ശേഷം ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിൽ ആദ്യം മഞ്ഞൾപ്പൊടിയാൽ അഭിഷേകം ചെയ്തതിനു ശേഷം വലിയ കുട്ടകത്തിൽ തയ്യാറാക്കിയ ഇളനീർ കൊണ്ട് തുടരഭിഷേകം നടത്തും. അതിനുശേഷം തന്ത്രി, മേൽശാന്തി, ഓദിക്കന്മാർ എന്നിവരും ഒരുമിച്ച് ഭഗവാനോടൊപ്പം രുദ്രതീർത്ഥത്തിൽ ഇറങ്ങി സ്നാനം ചെയ്യും. ഇതോടെ ഭക്തരും രുദ്രതീർത്ഥത്തിൽ ഇറങ്ങി ആറാട്ട് കുളിക്കും. തുടർന്ന് ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് 11 ഓട്ടപ്രദക്ഷിണം നടത്തും. ആറാട്ട് കഴിഞ്ഞ് ആനപ്പുറത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഗുരുവായൂരപ്പനെ ക്ഷേത്രം ഊരാളൻ നിറപറ വെച്ച് എതിരേൽക്കും. പിന്നീട് തന്ത്രി സ്വർണ്ണധ്വജത്തിലെ സപ്തവർണ്ണ
പഞ്ചവർണ്ണ കൊടി ഇറക്കുന്നതോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. ആറാട്ട് സദ്യയുടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദകൂട്ട് സമാപിച്ചു. 4 ലക്ഷത്തോളം ഭക്തർ പങ്കെടുത്തു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്നിരുന്ന പുതുപകർച്ച ഉത്സവ ബലി ദിവസമായ തിങ്കളാഴ്ച സമാപിച്ചിരുന്നു. കഴിഞ്ഞ 9 ദിവസങ്ങളിലായി 3 ലക്ഷത്തോളം പേരാണ് പ്രസാദകൂട്ടിൽ പങ്കെടുത്തത്. പകർച്ചയിൽ 5 ലക്ഷത്തിലധികം പേരും പങ്കുകൊണ്ടു. ഗുരുവായൂരപ്പന് ആറാട്ടിന് അഭിഷേകം ചെയ്യുവാനുള്ള ഇളനീരുമായി പതിവ് തെറ്റിക്കാതെ കിട്ടയുടെ പിന്മുറക്കാരെത്തി. കിട്ടയുടെ കുടുംബാംഗങ്ങളായ 20-ലേറെ പേരാണ് അഭിഷേകത്തിനുള്ള ഇളനീരുമായി എത്തിയത്. കിഴക്കേ നടപ്പുരയിലെ ഗേറ്റിന് മുൻപിലെത്തിയ ഇരിങ്ങപ്പുറം തമ്പുരാൻ പടിക്കൽ കിട്ടയുടെ കുടുംബാംഗങ്ങളെ ദേവസ്വം അധികൃതർ നിറപറയും നിലവിളക്കും ഒരുക്കി സ്വീകരിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ചു. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ മാലയിട്ട് സ്വീകരിച്ചതിനു ശേഷം നാമജപ ഘോഷയാത്രയായി നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രത്തിനകത്ത് ഇളനീരുകൾ സമർപ്പിച്ചതോടെ ആചാരം പൂർത്തിയായി. ബഹിരാകാശ യാത്രികരായ ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കമുള്ള 4-അംഗ സംഘം ഭൂമിയിൽ തിരിച്ചെത്തി. 9 മാസത്തിന് ശേഷമാണ് സുനിതയും ബുച്ചും ഭൂമിയിലെത്തുന്നത്. സ്പേസ് എക്സിന്റെ ക്രൂ 9 ഡ്രാഗൺ പേടകത്തിലാണ് സംഘമെത്തിയത്. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച പേടകം മെക്സിക്കൻ സമുദ്രത്തിലാണ് പതിച്ചത്. കടലിൽ പതിച്ച പേടകത്തെ സ്പേസ് എക്സിന്റെ MV മേഗൻ എന്ന റിക്കവറി കപ്പൽ പേടകം വീണ്ടെടുത്ത് യാത്രികരെ കരയിലേക്ക് എത്തിച്ചു. 8 ദിവസത്തെ പര്യവേക്ഷണത്തിനായി പോയ സംഘമാണ് നീണ്ട 287 ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് എത്തിയത്. സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നീ ബഹിരാകാശ സഞ്ചാരികളാണ് ഭൂമിയിലെത്തിയത്. ഏറ്റവും അധികം സമയം ബഹിരാകാശ നടത്തത്തിലേർപ്പെട്ട വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസ് സ്വന്തമാക്കിയിരുന്നു. 8 ദിവസത്തെ ദൌത്യത്തിനായി ബോയിംഗ് സ്റ്റാർ ലൈനറിൽ കഴിഞ്ഞ ജൂൺ 8-ാം തീയതിയാണ് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. 3 തവണയായി ആകെ 608 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്. ബുച്ച് വിൽമോർ ഇതുവരെയായി 464 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചു. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ മുങ്ങിമരിച്ച കുട്ടികളുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം നൽകും. സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് ധനസഹായം നൽകാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി K. രാജൻ അറിയിച്ചു. കഴിഞ്ഞ ജനുവരി 12-ാം തീയതിയായിരുന്നു അപകടം നടന്നത്. പട്ടിക്കാട് ചാണോത്ത് സ്വദേശിനികളായ അലീന, ഐറിൻ, ആൻഗ്രേസ് എന്നിവരാണ് മുങ്ങിമരിച്ചത്. അപകടത്തെ തുടർന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങിയ നിമയ്ക്ക് 1 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. നാട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് ദേശീയപാത മുരിങ്ങൂർ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണത്തിന് പ്രധാന റോഡ് പൊളിക്കൽ ആരംഭിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 4 വട്ടം കരാർ കമ്പനി നടത്തിയ ശ്രമങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത നേതൃത്വം നൽകുന്ന ജനകീയ പ്രതിരോധ സമിതിക്കാർ തടഞ്ഞുവെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. സമിതി ഭാരവാഹികൾ തൃശൂരിൽ കളക്ടറെ കണ്ട് മടങ്ങിയെത്തുന്നതിന് മുൻപ് 5-ാമത്തെ ശ്രമത്തിൽ ദേശീയപാതയുടെ എറണാകുളം തൃശൂർ റൂട്ടിലുള്ള പ്രധാന റോഡിന്റെ ഭാഗം പൂർണ്ണമായും പൊളിച്ചിട്ടു. ഇതോടെ വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ തിരിച്ചുവിട്ടു. ചൊവ്വാഴ്ച രാത്രി മെയിൻ റോഡ് പൊളിച്ച ഉദ്യോഗസ്ഥരുടെ നീക്കം ജനകീയ പ്രതിരോധ സമിതി തടഞ്ഞു. ഇരുവശങ്ങളിലെയും സർവീസ് റോഡുകൾ പൂർത്തീകരിച്ച ശേഷമേ പ്രധാന റോഡ് പൊളിക്കുകയുള്ളൂവെന്ന് ദേശീയപാത ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന ഉറപ്പ് ലംഘിച്ചതോടെയാണ് ജനകീയ സമിതി പ്രതിഷേധം ശക്തമാക്കിയത്. വീണ്ടും ബുധനാഴ്ച പുലർച്ചെ 4-ന് 20 മീറ്റർ ദൂരത്തിൽ JCB ഉപയോഗിച്ച് ടാറിംഗ് പൊളിക്കുകയും ചെയ്തു. നാട്ടുകാർ എതിർത്തതിനെ തുടർന്ന് തിരിച്ചുപോയ ഉദ്യോഗസ്ഥർ പിന്നീട് കൂടുതൽ സന്നാഹങ്ങളുമായി എത്തിയതോടെ പ്രതിഷേധം വീണ്ടും ശക്തമായി. പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ, സമിതി കൺവീനർ PP ബാബു തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇതിനിടെ കൊരട്ടി SHO അമൃതരംഗൻ സ്ഥലത്തെത്തി ഇരുവിഭാഗവുമായി ചർച്ച നടത്തി. പ്രശ്നം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതുവരെ നിർമ്മാണ പ്രവർത്തനം നിർത്താമെന്ന് ധാരണയിലുമെത്തി. മുരിങ്ങൂർ ജംഗ്ഷനിൽ ബോക്സ് മോഡൽ അടിപ്പാതയ്ക്ക് പകരം 5.5 മീറ്റർ ഉയരത്തിൽ സ്പാൻ അടിപ്പാതയാണ് വേണ്ടതെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത പറഞ്ഞു.
സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ മറ്റു പണികൾ ആരംഭിക്കാവൂ എന്ന് പറയുകയും നാഷണൽ ഹൈവേ അതോറിറ്റി അത് സമ്മതിച്ചിട്ടുള്ളതാണ്. നമുക്കൊരു 5.5 മീറ്ററെങ്കിലും ഉയരമുള്ള സ്പാൻ ഇട്ടിട്ടുള്ള പാലമാണ് ആവശ്യം എന്നുള്ള കാര്യത്തിൽ നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും മറ്റ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെയും കൃത്യമായി ഇവരെ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഒരു ടേണിംഗ് റേഡിയസ് എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ബോക്സ് കൾവേർട്ട് ആണെങ്കിൽ ടേണിംഗ് റേഡിയസ് കുറവായതുകൊണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പുതിയ പ്രപ്പോസൽ എന്ന നിലയ്ക്ക് സ്പാനുള്ള പാൻ വേണമെന്ന് പറഞ്ഞിരുന്നത്. വളരെ എന്താ പറയുക ആസൂത്രിതമായി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇതുമൂലം ഈ പ്രദേശത്തെ ആളുകൾ മാത്രമല്ല കേരളത്തിലെ ഈ ഹൈവേ കൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വലിയൊരു ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഏപ്രിൽ 4 ഹൈക്കോടതി കേസ് വാദം കേൾക്കുന്നതുവരെ ദേശീയപാത പൊളിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും MS സുനിത പറഞ്ഞു. TCV ന്യൂസ്, ചാലക്കുടി. കൊരട്ടി വാളൂരിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പിന് മുൻവശം പറമ്പിൽ നിന്ന് 3 കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം കണ്ടെടുത്തു. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി കേസെടുത്തത്. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അന്നമനട പഞ്ചായത്തിൽപ്പെട്ട കെട്ടിടത്തിലെ താമസക്കാരായ തൊഴിലാളികൾ വലിച്ചെറിഞ്ഞ വിത്തുകൾ മുളച്ചതാകാം കഞ്ചാവ് ചെടികൾ വളർന്നു വന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. തൃശൂർ മുളകുന്നത്താവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ശിവേലിക്കെത്തിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ പഴയന്നൂർ ശ്രീരാമനാണ് ഇടഞ്ഞത്. പാപ്പാന്മാർ ചേർന്ന് ഉടൻ ആനയെ തളച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. ഇടഞ്ഞാനെ പിന്നീട് ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. കേരളത്തിൽ നിന്നുള്ള ആദ്യ മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതിക്ക് സാംസ്കാരിക നഗരിയിൽ ഊഷ്മള വരവേൽപ്പ്. മേളവാദ്യങ്ങളുടെ സ്വരാജ് റൗണ്ടിലെ നായക്കനാലിൽ നിന്നും തുറന്ന വാഹനത്തിൽ തിരുവമ്പാടി കൗസ്തുഭം ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ച അദ്ദേഹത്തെ പൂർണ്ണ കുംഭം നൽകിയാണ് സംഘാടകർ സ്വീകരിച്ചാനയിച്ചത്. റോഡിന്റെ ഇരുവശങ്ങളിലുമായി താലമേന്തിയ 100 കണക്കിന് സ്ത്രീകൾ അദ്ദേഹത്തിന് പുഷ്പവൃഷ്ടിയും നടത്തി. തുടർന്ന് നടന്ന സത്സംഗത്തിൽ അനുഗ്രഹ ഭാഷണം നടത്തി. കുംഭമേള തീർത്ഥവും പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. വിവിധ സാമുദായിക സന്നദ്ധ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. സംഘടക സമിതി ഭാരവാഹികളായ ജയരാജ് മിത്ര, കെ കേശവദാസ്, PS രഘുനാഥ്, ഷാജി വരവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നേരത്തെ വടക്കുനാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് നിശ്ചയിച്ചിരുന്ന സ്വീകരണ പരിപാടിക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡ് അവസാന നിമിഷം അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ഷൊർണൂർ റോഡിലെ കൗസ്തുഭം ഹാളിലേക്ക് മാറ്റിയത്. ദേവസ്വം ബോർഡിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായ രോഷവും എതിർപ്പുമാണ് ഉയരുന്നത്. മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതിയുടെ സ്വീകരണത്തിനുള്ള വേദി കൊച്ചിൻ ദേവസ്വം ബോർഡ് നിഷേധിച്ചത് തീർത്തും സന്യാസി സമൂഹത്തോടും ഹിന്ദു സമൂഹത്തോടും കാണിക്കുന്ന വഞ്ചനയാണെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സ്വാമിയുടെ ജന്മനാട്ടിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് അദ്ദേഹത്തോട് ഇത്ര വലിയ അവഗണനയും നിന്ദയും കാണിച്ചതെന്നും BJP കുറ്റപ്പെടുത്തി. കേരള ബ്രാഹ്മണ സഭയുടെ ആഭിമുഖ്യത്തിൽ മുത്തുസ്വാമി ദീക്ഷിതരുടെ 250-ാം ജയന്തി ആഘോഷം പൂങ്കുന്നം പുഷ്പഗിരി സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി TS കല്യാണരാമൻ ഉദ്ഘാടനം ചെയ്തു. വീണവിദ്വാൻ A അനന്തപത്മനാഭൻ, കേരള ബ്രാഹ്മണ സഭാ പ്രസിഡന്റ് TK ദേവനാരായണൻ, ജില്ലാ സെക്രട്ടറി T മൂർത്തി, TS വിശ്വനാഥ അയ്യർ, സേനാപതി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സംഗീതജ്ഞൻ ഈറോഡ് ബാലാജി സംഗീത ഉപന്യാസം അവതരിപ്പിച്ചു. സുരേഷ് കുമാർ മൃദംഗത്തിലും തിരുവമ്പാടി രഘു വയലിനിലും പക്കമേളമൊരുക്കി. ഉപന്യാസം കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും സിദ്ധി വിനായകോ ഗണപതിരവതു മാം സിദ്ധി വിനായകോ ഗണപതിരവതു. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. ദൈനംദിനമെന്നോണം ലഹരിയുടെ ഭാഗമായുള്ള അതിക്രമങ്ങളും കൊലപാതകങ്ങളും പരമ്പരയെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ട് ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഗൗരവമായി ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി നമ്മുടെ സമൂഹത്തെ ആകമാനം ഇളക്കിമറിച്ചിരിക്കുകയാണ്. ദൈനംദിനമെന്നോണം ലഹരിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കൊലപാതകങ്ങളും മറ്റാക്രമണങ്ങളും പരമ്പരയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സമൂഹത്തിനും ആശാസ്യമായിട്ടുള്ളൊരു കാര്യമല്ല ഇത്. പക്ഷേ എന്തുകൊണ്ട് നമ്മളിതുപോലെയുള്ള വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ സമൂഹത്തിൽ ഇത്രയധികം ലഹരിയുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ വിദ്യാർത്ഥികളിലെത്തുന്നുണ്ട്, മിഠായിയുടെ രൂപത്തിൽ ചെറിയ വിദ്യാർത്ഥികളിലെത്തുന്നുണ്ട്, കോളേജ് ഹോസ്റ്റലുകളിലെത്തുന്നുണ്ട്, മുതിർന്ന ആളുകളിലെത്തുന്നുണ്ട്.
എല്ലാ ആളുകളും ലഹരിക്ക് അടിമയായിത്തീരുന്ന ഒരവസ്ഥയുണ്ട്. ഇതിൻ്റെ ഇര അറിയാതെ അവരുടെ മേൽ ലഹരി അടിച്ചേൽപ്പിച്ചുകൊണ്ട് പെൺകുട്ടികളെ ആക്രമിക്കുകയും പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ആശാസ്യമല്ല. നമ്മുടെ സമൂഹം ഇതിനെപ്പറ്റി വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. വളരെ ആശ്വാസകരമായ ഒരു കാര്യം കേരള ഗവൺമെൻറ്റും മറ്റ് മിഷനറീസും ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള, ലഹരി ഉപയോഗം കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം പ്രധാനമായും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇന്ന പാർട്ടിക്കാരനാണ് ഇത് ചെയ്യുന്നത്, മറ്റേ ഞങ്ങളുടെ പാർട്ടി ഇത് ചെയ്യുന്നില്ല എന്നുള്ള നിലയിൽ ആരും അതിനെ കാണരുത് എന്നുള്ളതാണ്. കാരണം എല്ലാ പാർട്ടികളിലും പെട്ട ആളുകൾ ഇതിലുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടമാണ്. എല്ലാ പാർട്ടികളിലും ജനക്കൂട്ടങ്ങളുണ്ട്. ജനക്കൂട്ടങ്ങളിൽ ആര് തെറ്റ് ചെയ്യുന്നു, ആര് തെറ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരാൾക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലഹരി നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ, ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഈ രാഷ്ട്രീയ വിഭജനം ഒരിക്കലും ആശാസ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലഹരിവേട്ട തുടർന്ന് തൃശൂർ റൂറൽ പോലീസ്. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 18 വരെ നടന്ന 1763 പരിശോധനകളിൽ 414 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി റൂറൽ SP അറിയിച്ചു. ഇതിൽ 423 പേരെ അറസ്റ്റ് ചെയ്തു. 30 കിലോ കഞ്ചാവും 23 ഗ്രാം MDMA-യും 3 ഗ്രാം ഹെറോയിനും 10 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയതായി SP പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാനുള്ള കുടിശ്ശികയിൽ അവരുടെ അനന്തരാവകാശികൾക്ക് അർഹതയില്ലെന്ന സർക്കാർ ഉത്തരവ് ദുരിതം സൃഷ്ടിക്കുന്നതായി പരാതി. വാർദ്ധക്യ പെൻഷനും വിധവാ പെൻഷനും മറ്റും വാങ്ങുന്നവരുടെ അനന്തരാവകാശികളാണ് ഇതുമൂലം ഏറ്റവും കൂടുതൽ ദുരിതത്തിലായത്. ഗുണഭോക്താവിന്റെ മരണശേഷം അക്കൌണ്ടിലെത്തിയ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ നോട്ടീസ് കിട്ടിയ പലരും വലയുകയാണ്. യഥാസമയം പെൻഷൻ കിട്ടാതെ വലിയ തുക കുടിശ്ശികയായിരിക്കെ ഗുണഭോക്താവ് മരണപ്പെടുന്ന സംഭവം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മരണശേഷമായിരിക്കും കുടിശ്ശിക ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിലെത്തുക. ഇങ്ങനെ കിട്ടുന്ന കുടിശ്ശികയിൽ ഗുണഭോക്താവിന്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ അർഹതയില്ലെന്നാണ് 2018 മെയ് 2 തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പഞ്ചായത്ത് ഡയറക്ടർക്ക് അയച്ച ഉത്തരവിൽ പറയുന്നത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പെൻഷൻകാരുടെ അനന്തരാവകാശികളിൽ നിന്ന് കുടിശ്ശിക തിരിച്ചുപിടിക്കുന്നത്. മാനുഷിക പരിഗണനയോടെ ഈ വിഷയത്തിൽ സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകിയിട്ടുണ്ട്. സഹകരണ ജനാധിപത്യവേദി തൃശൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ബാങ്ക് റീജിയണൽ ഓഫീസിന് മുൻപിൽ സഹകാരി ധർണ നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സഹകരണ ചട്ടം ഭേദഗതി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ അന്ത്യം കുറിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സഹകരണ ജനാധിപത്യവേദി താലൂക്ക് ചെയർമാൻ സുനിൽ അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചെയർമാൻ MK അബ്ദുൽ സലാം, രാജേന്ദ്രൻ അരങ്ങത്ത്, A പ്രസാദ്, സത്യഭാമ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. തീവണ്ടിയോട്ടം സ്മൂത്താകും. കടകട ശബ്ദമില്ല, ചാഞ്ചാട്ടമില്ല. പാളം രാഗിമിനിക്ക് കേരളത്തിൽ ആദ്യം. രാഗിമിനിക്ക് പാളത്തിലൂടെ വണ്ടിന്റെ മൂളലുമായി തീവണ്ടികൾ കുതിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി റെയിൽപാളം ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ഉരച്ചു മിനിക്കിയതിനു ശേഷമാണ് ഈ മാറ്റം. തീവണ്ടിയോട്ടത്തിൽ പാളത്തിന് തേയ്മാനം സംഭവിക്കും. പാളത്തിന്റെ യഥാർത്ഥ ഘടനയിൽ നിന്ന് അല്പം മാറും. ഇത് പൂർവ്വസ്ഥിതിയിലാക്കാനാണ് റെയിൽ ഗ്രൈൻഡിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. പാലക്കാട് ഡിവിഷനിൽ രാഗിമിനുക്കൽ പൂർത്തിയായി. തിരുവനന്തപുരം ഡിവിഷനിലാണ് ഇപ്പോൾ പ്രവൃത്തി. 165 മീറ്റർ നീളമുള്ള ഇലക്ട്രോണിക് സംവിധാനത്തോടുകൂടിയ മെഷീൻ വണ്ടിയാണിത്. പാളത്തിലൂടെ ഓടിച്ചാണ് പ്രവൃത്തി നടത്തുന്നത്. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചൂടിൽ തീ വരും. അത് കെടുത്താൻ വെള്ളം തളിക്കുന്നതും മെഷീനാണ്. 330 കോടിയാണ് മെഷീന്റെ ചെലവ്. അമേരിക്കയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തത്. ഡൽഹിയിലെ ഒരു കമ്പനിയാണ് റെയിൽവേക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യുന്നത്. കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ജില്ലയിലെ പാളങ്ങളിൽ റെയിൽവേ പ്രവൃത്തികൾ നിർവഹിച്ചത്. TCV ന്യൂസ്, തൃശൂർ. സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന വിഷയത്തിൽ പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. PKS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ, PKS ജില്ലാ ട്രഷറർ പുരുഷൻ തുടങ്ങിയവർ സംസാരിച്ചു.
ബസ് യാത്രക്കാരിയുടെ 1.25 പൗണ്ട് സ്വർണ്ണമാല മോഷണം പോയതായി പരാതി. എളവള്ളി സ്വദേശിനി നമ്പിയത്ത് വീട്ടിൽ പ്രേമി മനോഹരന്റെ മാലയാണ് ചിറ്റിലപ്പള്ളിയിൽ നിന്ന് അമല ആശുപത്രിയിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെ മോഷണം പോയത്. പേരാമംഗലം പോലീസിൽ പരാതി നൽകി. എയ്യാൽപ്പാറപ്പുറത്ത് തനിച്ച് താമസിക്കുന്ന വയോധികനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചുങ്കത്ത് വീട്ടിൽ 78 വയസ്സുള്ള രാമചന്ദ്രനാണ് മരിച്ചത്. 2 ദിവസമായി ഇയാളെ വീടിന് പുറത്തേക്ക് കാണാനില്ലായിരുന്നു. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ മകൻ നിജിത്തിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത കൊടകരയിൽ തടി കയറ്റി വന്നിരുന്ന ലോറി മറിഞ്ഞു. ബുധനാഴ്ച രാത്രി 8:30യോടെയാണ് കൊടകര ശാന്തി ജംഗ്ഷനിൽ ലോറി റോഡിന് കുറുകെ മറിഞ്ഞത്. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ചാലക്കുടി ഭാഗത്തേക്കുള്ള ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ഇനി നോക്കാം സ്വർണ്ണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,290 രൂപ, പവന് 66,320 രൂപ. വെള്ളി ഗ്രാമിന് 112 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,479 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തൃശൂർ കൂർക്കഞ്ചേരി ചിയാരം കണ്ണമംഗല റോഡിൽ ചിതറിക്കിടക്കുന്ന മെറ്റലുകൾ അപകടക്കണിയാകുന്നു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പരാതി. വടക്കാഞ്ചേരിയിൽ വയോധികയെ മക്കൾ ഉപേക്ഷിച്ചതായി പരാതി. റോഡിൽ കിടക്കുന്നത് കണ്ട് പോലീസിന് വിവരമറിയിച്ചത് നാട്ടുകാർ. അവശനിലയിലായ വയോധികയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇറിഡിയം തട്ടിപ്പിൽ കൂടുതൽ പരാതിക്കാർ രംഗത്ത്. ഇറിഡിയം ബിസിനസിൽ 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പൂമംഗലം സ്വദേശി. പുലിഭീതി നിലനിൽക്കുന്ന കൊരട്ടി ചുരങ്ങരയിൽ വനംവകുപ്പ് ഡ്രോൺ നിരീക്ഷണം നടത്തി. പാലപ്പള്ളി മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായി വനംവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പുറകിൽ കാറിടിച്ച് ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി പീറ്ററാണ് മരിച്ചത്. കുണ്ടന്നൂർ പള്ളിക്ക് സമീപം ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്ക്. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. അല്പസമയത്തിനകം ഗുരുവായൂരപ്പന് രുദ്രതീർത്ഥക്കരയിൽ ആറാട്ട് നടക്കും. ബഹിരാകാശ യാത്രികരായ ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുഷ് വിൽമോറും അടക്കമുള്ള 4 സംഘം ഭൂമിയിൽ തിരിച്ചെത്തും. 9 മാസത്തിന് ശേഷമാണ് സുനിതയും ബുഷും ഭൂമിയിലെത്തുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.